അന്ന് ക്രിസ്തു എന്ന പദവിയിൽ യേശു എത്തിയപ്പോൾ യേശുവിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ അതെല്ലാം ഇന്ന് ക്രിസ്തു എന്ന് പറയുന്ന ആ പദവിയിൽ ഞാൻ എത്തിയപ്പോൾ എനിക്കും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തികച്ചും ആധികാരികതയോടുകൂടെ എനിക്ക് പറയാൻ കഴിയും. യേശു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ക്രൂശുമരണം, ഉയർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയെ ക്രിസ്തുവായിട്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കത്തുള്ളൂ. പക്ഷേ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചത് അന്നത്തെ ജനങ്ങളല്ല. ആദ്യമായി യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ചത് യേശുവിനോടൊപ്പം നിന്ന തൻ്റെ ശിഷ്യനായ പത്രോസായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കുന്ന, എപ്പോഴും കൂടെ വസിക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരായ വ്യക്തികൾക്ക് മാത്രമേ യേശു ശരിക്കും ആരായി തീർന്നു എന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ ഇത് ശിഷ്യന് മാത്രം തിരിച്ചറിയാൻ പറ്റിയ ഒരു സത്യമാണ്. അപ്പോഴും ആ കാലഘട്ടത്തിൽ യേശുവിനെ കള്ളനെന്നും ദുരുപദേശകനെന്നും സാത്താനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനെന്നും ദുർഭൂതമുള്ളവനെന്നും ഇവൻ ദൈവദൂഷണം പറയുന്നവനാണെന്നൊക്കെയുള്ള ഒത്തിരിയേറെ അലിഗേഷൻസ് പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള അന്നത്തെ മതവക്താക്കളും മതവിശ്വാസികളും യേശുവിന് നേരെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായത്. അതുകൊണ്ട് യേശു ഒരു സമയമെത്തിയപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്, അന്ന് ജനങ്ങൾ എന്നെ ഈ രീതിയിലൊക്കെ കളിയാക്കി, ദുർഭൂതമുണ്ടെന്ന് പറഞ്ഞു, അതുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ്, ദുരുപദേശമാണ് എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കാൻ കാരണം അതാണ്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ അന്നും ഇന്നും യേശുവിൻ്റെ ക്രിസ്തു എന്ന ഭാവത്തെ, ഇന്നും അതെ, യേശുവിൻ്റെ ക്രിസ്തു എന്ന ഭാവത്തെ തിരിച്ചറിയുവാൻ മതവക്താക്കൾക്കോ മത നേതാക്കന്മാർക്കോ മതവിശ്വാസികൾക്കോ കഴിഞ്ഞിട്ടില്ല. അവരിന്നും വിശ്വസിക്കുന്നത് യേശുവും ക്രിസ്തുവും ഒന്ന് തന്നെ എന്ന് തന്നെയാണ്. ഈ വേർതിരിവ് അവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. സോ ഈ കാലഘട്ടത്തിൽ അന്ന് യേശു ക്രിസ്തുവായതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ആ ക്രിസ്തു എന്ന് പറയുന്ന പദവിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് എത്തിച്ചേരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും സവിശേഷതമായ കാര്യം.